എല്ലാവർക്കും നമസ്കാരം. നവരാത്രി ആശംസകൾ. ഇന്ന് മുതൽ നവരാത്രി തുടങ്ങുകയാണ്. നവരാത്രി 9 ദിവസത്തെ ആഘോഷമാണ്. നന്മയ്ക്ക് തിന്മയ്ക്ക് മേലുള്ള വിജയം. അപ്പോൾ നമ്മുടെ ഉള്ളിലും ആ തിന്മ മാറി നന്മയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റണം. നവരാത്രി കഥകളായാലോ? നവരാത്രി എങ്ങനെയാണ് 9 ദേവിമാരുടെ രൂപങ്ങൾ, എവിടെ നിന്നാണിത് തുടക്കം? ഈ 9 ദേവിമാരുടെ രൂപങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? ഇനി കഥകൾ കേട്ടാൽ മാത്രം പോരല്ലോ. 9 ദിവസം നമ്മുടെ ഉള്ളിൽ ആ ദേവിമാർ ജനിക്കണം. 9 ദിവസവും ദേവിക്ക് 9 ഭാവങ്ങളാണ്. പാർവതി ദേവിയുടെ, ദുർഗാദേവിയുടെ 9 ഭാവങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ 9 ഭാവങ്ങൾ നമ്മൾ അറിയുമ്പോൾ, ഈ കഥകൾ കേൾക്കുമ്പോൾ ആ ദേവിമാർ എൻ്റെ ഉള്ളിൽ ജന്മം എടുക്കണം. എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ശക്തി എനിക്ക് മനസ്സിലാവണം. നമ്മൾ ഈ പറയുന്ന ഫെമിനൈൻ, മാസ്കുലിൻ എന്നൊക്കെ പറയണത് വേറെ വേറെ രൂപങ്ങളല്ല. ഞാൻ സ്ത്രീ, നീ പുരുഷൻ എന്നുള്ള പോലെയല്ല. എൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു മാസ്കുലിൻ എനർജി, ഫെമിനൈൻ എനർജി ഉണ്ട്. ആ എൻ്റെ ഉള്ളിലുള്ള, ഇത് കേൾക്കുന്നത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നമ്മുടെ ഉള്ളിലുള്ള ആ ഫെമിനൈൻ എനർജി നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ എങ്ങനെയാണ് ഫെമിനൈനും മാസ്കുലിനും എന്ന് ചോദിച്ചാൽ, റീസണിങ് പവർ, അതേപോലെ തന്നെ ബുദ്ധി, സാമർത്ഥ്യം, ഇൻ്റലിജൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ മാസ്കുലിൻ എനർജിയും മാസ്കുലിൻ പവറും ഇമോഷൻസൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഫെമിനൈൻ എനർജിയാണ് നമ്മുടെ ഉള്ളിൽ ഉണരുന്നത്. അപ്പോൾ ഇമോഷൻസ് ഇല്ലാതെ ബുദ്ധി മാത്രം അല്ലെങ്കിൽ ഇൻ്റലിജൻസ് മാത്രം കൊണ്ടോ ഫിസിക്കൽ എനർജി കൊണ്ടോ നമുക്ക് ഉപകാരമില്ല. എല്ലാം ഒരേപോലെ പോകണം. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു ഫെമിനൈൻ എനർജി എനിക്ക് ഉണർത്താൻ ഈ 9 ദിവസം കൊണ്ട് സാധിക്കണം. 9 ഭാവങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം. നവരാത്രി കഥകളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ 9 ദിവസമാണ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് മുതൽ ഏത് ദേവിയാണ് ആദ്യത്തെ ദിവസത്തെ രൂപം, അത് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ഓരോ ദിവസം ആ ദേവിയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നവരാത്രി ആഘോഷങ്ങൾ എങ്ങനെയാണെന്നും എന്താണ് അതിൻ്റെ ഔപചാരികത, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ളതും കൂടിയിട്ട് പറഞ്ഞിട്ട്, മുഴുവനായിട്ടല്ല, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല, ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഓരോ ദിവസവും മനസ്സും ശരീരവും ശുദ്ധമാക്കണം എന്നുള്ളത് നിർബന്ധമാണ്. രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് കുളിക്കുക. ഇനി വ്രതമെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് തന്നെ നമുക്ക് എന്തെങ്കിലും നിസ്സാരമായിട്ട് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂടുതലും കുക്കുമ്പർ, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിച്ച് വൈകിട്ട് 6 മണിക്ക് ശേഷം നമുക്ക് വീണ്ടും ഭക്ഷണത്തിലേക്ക് എത്താം. അത്രയും നമുക്ക് വ്രതങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ. ഇനി അത് പറ്റില്ല എങ്കിൽ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ത്രൂ ഔട്ട് ഒരു ദിവസം നമുക്ക് കഴിക്കാം. ഇനി അതും ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരിക്കൽ മാത്രം നമുക്ക് ഭക്ഷണം, അരിയാഹാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. സാത്വികമായിട്ട് ഭക്ഷണം വേണമെന്ന് മാത്രം. നോൺ വെജിറ്റേറിയൻ മുഴുവനായിട്ട് ഒഴിവാക്കുക. അതേപോലെ ഇനി ഒരിക്കൽ ബുദ്ധിമുട്ടാണെങ്കിൽ 3 നേരം നിങ്ങൾ ഒരിക്കൽ അരി ഭക്ഷണം കഴിച്ച് 2 നേരം നിങ്ങൾക്ക് ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. എങ്ങനെയാണെങ്കിലും ഇത്രയും നാളും കഴിച്ചിരുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാവണം. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ചന്ദ്രൻ്റെ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ഈ 9 ദിവസം. ഈ സമയത്ത് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് ഒരുപാട് ഷിഫ്റ്റ് ഉണ്ടാവും. ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ബാലൻസ് ചെയ്യാനുമാണ് നമ്മൾ ഇങ്ങനെയുള്ള വ്രതങ്ങളും ഫാസ്റ്റിംഗ് ഒക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റാൻ നമ്മുടെ ഭക്ഷണ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തുക. സാത്വികമായിട്ടുള്ള ഭക്ഷണം കൂടുതൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് ഈ വ്രതങ്ങളൊക്കെ കൂടുതലും നമുക്ക് പറയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി, നമുക്ക് ഊർജ്ജം നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഊർജ്ജം നിലനിർത്തിക്കൊണ്ട് കഥകളും കേട്ട് വൈകിട്ടും രാവിലെയും വിളക്ക് കൊളുത്തി നമ്മൾ നാമം ചൊല്ലുമ്പോൾ, നമുക്ക് അറിയുന്ന നാമങ്ങൾ ചൊല്ലുമ്പോൾ, ലളിതാ സഹസ്രനാമം ഉൾപ്പെടുത്തുമ്പോൾ, ദേവി മഹാത്മ്യം നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമുക്കത് കൂടുതൽ ഉൾക്കൊള്ളാനായിട്ട് പറ്റും. നമ്മുടെ ഉള്ളിലുള്ള എനർജി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ആ വൈബ്രേഷൻസ് നമുക്ക് ഹയർ ആക്കാനായിട്ട് പറ്റും. ഈ 9 ദിവസം കൊണ്ട് ദേവിയുടെ 9 രൂപങ്ങളും ഭാവങ്ങളും നമ്മൾ കാണുന്ന സമയത്ത് ആ ഭാവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെന്നും ആ ഭാവങ്ങൾ എൻ്റെ ഉള്ളിലുള്ള ആ ദേവിയെ ഉണർത്താനായിട്ട് എനിക്ക് സാധിക്കുന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ ഇത് പറയണതിൻ്റെ ഒപ്പം എൻ്റെ ഉള്ളിൽ ആ ദേവി ഉണരുന്നു, എൻ്റെ ഉള്ളിൽ ആ ശക്തി ഉണരുന്നു, എനിക്ക് ആ വ്യത്യാസം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഈ കേൾക്കുന്ന ഓരോരുത്തരും അത് വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. എനിക്ക് മനസ്സിലായതാവില്ല കഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതും. അതുകൊണ്ട് ഏതൊരു സ്പിരിച്വാലിറ്റി റിലേറ്റ് ചെയ്ത് ഏതൊരു കഥ, ഏതൊരു സംഭവം കേൾക്കുമ്പോഴും ഒന്ന് ഇരുന്ന് ചിന്തിക്കാനായിട്ട് പറ്റണം. ഒരു 5 മിനിറ്റെങ്കിലും അവരവരുടെ കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യണം. ആ കേട്ടതൊന്ന് മനനം ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഒന്നും കൂടി അവരവരോടൊന്ന് സംസാരിക്കാൻ പറ്റണം. അതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാൻ പറ്റിയത്, എനിക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റിയത്, എൻ്റെ ജീവിതത്തിൽ അതെങ്ങനെ പകർത്താൻ പറ്റുമെന്നും കൂടിയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റണം. അല്ലാതെ നമ്മൾ എന്തൊക്കെ കേട്ടിട്ടും പഠിച്ചിട്ടും എത്ര പ്രാവശ്യം രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത ചൊല്ലിയിട്ടും ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഈ കേൾക്കുന്ന കഥകളെല്ലാം നമുക്ക് ജീവിതത്തിൽ പകർത്താനായിട്ടും ഉള്ളിലുള്ള ആ ദേവി, ആ ഫെമിനൈൻ എനർജിയെ നമുക്ക് ഉണർത്താനായിട്ടും പറ്റട്ടെ. മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ ഉള്ളിലും ഈ ഫെമിനൈൻ മാസ്കുലിൻ എനർജി ഉണ്ട്. അപ്പോൾ ആ ഫെമിനൈൻ മാസ്കുലിൻ എനർജിയിലെ ഫെമിനൈൻ എനർജി സമയങ്ങളിൽ, ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇമോഷൻസ് ആണ്, ദേവിയുമായിട്ടാണ് നമ്മളെപ്പോഴും
എന്താ പറയുക, ബന്ധിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഉള്ളിലുള്ള ചീത്ത ചിന്തകളെ, തിന്മകളെ മാറ്റിയിട്ട് നമുക്ക് നന്മയിലേക്ക് എത്താനായിട്ടും പറ്റണം. കഥയിലേക്ക് കിടക്കാം. അങ്ങനെ ബ്രഹ്മദേവൻ്റെ പുത്രനായിട്ടുള്ള ദക്ഷ പ്രജാപതിയുടെ പുത്രിയായിരുന്നു സതീദേവി. സീരിയലൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഒരുപാട് പേർക്ക് കഥകളൊക്കെ അറിയായിരിക്കാം. ചുരുക്കി പറയുകയാണ്, സതീദേവിക്ക് ശിവഭഗവാനെ കല്യാണം കഴിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നി. സതീദേവിക്ക് ശിവഭഗവാനെ കല്യാണം കഴിക്കണം എന്ന് ഒരുപാട് ആഗ്രഹം തോന്നി. ആ സമയത്ത് നമ്മൾ സാധാരണ ഇതിലൊക്കെ സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലെ, അച്ഛന് തീരെ ഇഷ്ടമല്ല. ദക്ഷ പ്രജാപതിക്ക് ശിവൻ്റെ പേര് കേൾക്കുമ്പോഴേക്കും, ശിവഭഗവാന്റെ പേര് കേൾക്കുമ്പോഴേക്കും വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. അപ്പോൾ ശിവഭഗവാനെ കാണാൻ എങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം. ആചാനബാഹു പോലത്തെ രൂപം, ആകെ ജട, മുടിയൊക്കെ ഇങ്ങനെ ജട പിടിച്ച് കെട്ടിവെച്ചേക്കണം. ഇനി അതിൻ്റെ ഒപ്പം തന്നെ കഴുത്തിൽ ഈ അസ്ഥിക്കൂടത്തിൻ്റെ മാല പോലെയൊക്കെ ഇട്ടേക്കണം. ആകെ വിഭൂതി ഭസ്മാണ് മേല് മുഴുവൻ. എങ്ങനെയാണ് ഒരാൾക്ക് ഇഷ്ടപ്പെടുക? പക്ഷെ സതീദേവിക്ക് വല്ലാത്ത പ്രണയം, വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു ശിവഭഗവാനോട്. കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. ദക്ഷ പ്രജാപതിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരെയും വരന്മാരെയൊക്കെ വിളിച്ചു. പക്ഷേ ശിവഭഗവാന് മാത്രം ക്ഷണം പോയില്ല എന്ന് മാത്രമല്ല, ശിവഭഗവാന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചു. ശിവഭഗവാനെ എങ്ങനെയെങ്കിലും നാണം കെടുത്താമെന്നുള്ള രീതിയിൽ ഭഗവാന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചു. സതീദേവി മാല കൊണ്ടണിയിച്ചത് ആ പ്രതിമയുടെ മേലാണ്. പ്രതിമയുടെ മേൽ മാല കൊണ്ടണിയിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ശിവഭഗവാൻ പുറത്തേക്ക് വരികയും അങ്ങനെ അവരുടെ വിവാഹം കഴിയും. ദക്ഷ പ്രജാപതിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവർ ശിവഭഗവാന്റെ കൈലാസത്തിലേക്ക് പോവുകയും ചെയ്തു. ഇനി ഇത് കഴിഞ്ഞ് ദക്ഷ പ്രജാപതി ഒരു യാഗം വയ്ക്കുന്ന സമയത്ത് സതീദേവിക്കും ശിവഭഗവാനും അവിടേക്ക് ക്ഷണമില്ലാതായപ്പോൾ സതീദേവിക്ക് ഒരുപാട് വിഷമം തോന്നി. ഞാൻ ജനിച്ചു വളർന്ന വീട്, എന്നെ എങ്ങനെ അവർക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റി? എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല? അങ്ങനെ വിഷമത്തിൽ സതീദേവി തിരിച്ച് ദക്ഷ പ്രജാപതിയുടെ ദക്ഷൻ്റെ യാഗത്തിന് പങ്കെടുക്കാനായിട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചു. ശിവഭഗവാൻ പറഞ്ഞു പോണ്ട, കാരണം പോയി കഴിഞ്ഞാൽ ഒരുപാട് നാണം കെടുന്ന കാര്യങ്ങളുണ്ടാവും, നിനക്ക് ഇഷ്ടപ്പെടില്ല, അത് വല്ലാതെ മനസ്സിന് വിഷമം ഉണ്ടാക്കും, പോവരുത് എന്ന് ശിവഭഗവാൻ വിലക്കിയപ്പോൾ സതീദേവി അത് കൂട്ടാക്കിയില്ല, പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൂടെ ഇരുന്നവരും ദക്ഷനും കൂടിയിട്ട് ശിവഭഗവാനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു, നാണം കെടുത്തി. ഇത് ഒരുപാട് വിഷമം ഉണ്ടാക്കി സതീദേവിക്ക്. ഭർത്താവിനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വിഷമം താങ്ങാനാവാതെ സതീദേവി അവിടെ ഉണ്ടായിരുന്ന യാഗത്തിൽ ചാടി ജീവൻ ഒടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ജീവൻ ഒടുക്കിയ വാർത്ത ശിവഭഗവാൻ കേൾക്കുകയും ദേഷ്യത്തിൽ വന്നിട്ട് ദക്ഷ പ്രജാപതിയുടെ ദക്ഷൻ്റെ കഴുത്തറക്കുകയും ദക്ഷനെ വധിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ സതീദേവി, തീയിലെരിഞ്ഞുകൊണ്ടിരിക്കുന്ന സതീദേവിയെ വലിച്ച് കൊണ്ടുപോവുകയാണ് പുറത്തേക്ക്. ആ വലിച്ചു കൊണ്ടുപോകണതിൻ്റെ ഇടയ്ക്ക് 52 സ്ഥലങ്ങളിലേക്ക് ഇത് ദേവിയുടെ ശരീരഭാഗങ്ങൾ തെറിച്ചു വീഴുകയും 52 ശക്തിപീഠങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. അങ്ങനെ സതീദേവി മരിക്കുന്നു. ഇതിൻ്റെ സങ്കടവും വിഷമവും താങ്ങാനാവാതെ ശിവഭഗവാൻ ഒറ്റപ്പെട്ട് തപസ് ആരംഭിക്കുകയാണ്. ഇനി ആരുമായിട്ടും യാതൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ തപസ് ആരംഭിക്കുകയാണ്. ആ സമയത്ത് സതീദേവി വീണ്ടും പാർവതിയായിട്ട്, ഹിമവാന്റെ പുത്രിയായിട്ട് ജനിക്കുകയാണ്. അപ്പോൾ ഹിമാലയം പർവ്വതമാണ്, പർവ്വതത്തിൻ്റെ പുത്രി എന്നുള്ള രീതിയിൽ പാർവതി. ഇനി അതേപോലെ തന്നെ ശൈലപുത്രി എന്നുള്ളതാണ് നവരാത്രിയുടെ ആദ്യത്തെ ദിവസത്തെ ദേവിയുടെ രൂപം. ശൈലപുത്രിയാണ്. ശൈലം എന്ന് പറഞ്ഞാൽ പർവ്വതമാണ്, പുത്രി. അപ്പോൾ ശൈലപുത്രിയാണ് ആദ്യത്തെ രൂപം. ശൈലപുത്രിയായിട്ട് ജനിച്ചു കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് തപസ്സിരുന്നാൽ, നന്നായി പ്രാർത്ഥിച്ചാൽ ശിവഭഗവാനെ കല്യാണം കഴിക്കാമെന്ന്. അങ്ങനെ പാർവതി ദേവി വീണ്ടും ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ രൂപം ശൈലപുത്രിയാണ്. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്. എന്താ ഈ കഥകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണേ? ശിവഭഗവാൻ തടുക്കുന്ന, എങ്ങനെയൊക്കെ പറഞ്ഞാലും പുരുഷന്മാർ പറഞ്ഞാൽ സ്ത്രീകൾ കേൾക്കില്ല. എപ്പോഴും ഉള്ള സ്വഭാവം അത്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സംഭവം അത്. ശിവഭഗവാൻ തടുക്കുന്നു, സതീദേവി പോകുന്നു. നമ്മുടെ ബുദ്ധി നമ്മളോട് പറയുന്നു ഇന്ന കാര്യം ചെയ്യരുതെന്ന്. നമ്മൾ ഇമോഷൻസിൽ വല്ലാതെ മയങ്ങി നമ്മൾ പല കാര്യങ്ങളും, പല തെറ്റായ കാര്യങ്ങളും ചെയ്യുന്നു. ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ചെയ്താൽ എന്ത് ഭവിഷ്യത്ത് വരുമെന്ന് ആലോചിക്കാതെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു. ഇതാണ് ഇവിടെ ഐതിഹ്യം, അല്ലെങ്കിൽ ഇതാണ് ഇവിടെ ലോജിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്. നമ്മൾ റീസണിങ് പവർ, നമ്മുടെ റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും തമ്മിൽ, അല്ലെങ്കിൽ നമ്മുടെ റീസണിങ് പവറും നമ്മുടെ ഇമോഷൻസും തമ്മിലുണ്ടാവുന്ന യുദ്ധത്തിൽ ആര് ജയിക്കുന്നു എന്നുള്ളതാണ്. റീസണിങ് പവറാണ് ജയിക്കുന്നതെങ്കിൽ ശിവൻ ജയിച്ചു. അല്ല എങ്കിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ ശിവൻ പറഞ്ഞത് കേട്ടു. ഇനി ഇമോഷൻസിൽ വീണിട്ടാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ പോയി. ഈ കഥകളെല്ലാം പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ, ഈ യൂണിവേഴ്സ് മുഴുവൻ നമ്മുടെ ഉള്ളിലാണല്ലോ, ഇത് മുഴുവൻ നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു കഥയാണത്. അങ്ങനെ ശൈലപുത്രിയായി ജനിച്ചു. ശൈലപുത്രിയുടെ പ്രത്യേകത എന്താണ്? ഫോക്കസാണ്. അവരവരെ മനസ്സിലാക്കി, ശാന്തത, ആ ഒരു പേഷ്യൻസാണ്, ആ ഒരു സമാധാനപ്രിയയാണ്. ഫുൾ എല്ലാ എനർജിയും, എല്ലാ വൈബ്രേഷൻസും, എല്ലാ ഫോക്കസും ഭഗവാനിലാണ്, ശിവഭഗവാനിലാണ്. അപ്പോൾ ശിവഭഗവാനെ ധ്യാനിച്ചുകൊണ്ട്
നന്ദിയുടെ പുറത്താണ് ശൈലപുത്രിയെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ നന്ദിയുടെ രൂപവും ശിവഭഗവാനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഫോക്കസ് എങ്ങോട്ടാണെന്നാണ്. നമ്മുടെ ഉള്ളിലുള്ള ഹയ്യർ എനർജി ഉണ്ട്, നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവാനുണ്ട്, ഈശ്വരനുണ്ട്. ആ ഈശ്വരനിലേക്ക് നമ്മൾ മനസ്സർപ്പിച്ചുകൊണ്ട് എല്ലാം അവിടെ അർപ്പിച്ചുകൊണ്ട് വേണം ഇന്നത്തെ ഈ നവരാത്രി ദിവസത്തിൽ ആദ്യത്തെ ദിവസം നമ്മൾ തുടങ്ങാനായിട്ട്. നമ്മൾ ചെയ്യുന്ന വ്രതങ്ങളായിക്കോട്ടെ, അത് ചെറിയ രീതിയിലായിക്കോട്ടെ, നമ്മൾ ചൊല്ലുന്ന നാമങ്ങളായിക്കോട്ടെ, അറിയുന്ന രീതിയിലായിക്കോട്ടെ, ഒരു ഓംകാരമായിക്കോട്ടെ, എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് 9 ദിവസം കൊണ്ട് നമ്മളിലുണ്ടാവുന്ന മാറ്റങ്ങൾ കണ്ടുകൊണ്ട് ഓരോ ദിവസത്തെ കഥകൾ കേൾക്കുമ്പോഴും ആ മാറ്റം എൻ്റെ ഉള്ളിലാവണം എന്നുള്ളത് മനസ്സിലാക്കി വീണ്ടും പാർവതി ദേവി ജനിക്കുകയാണെന്ന് പറഞ്ഞാൽ ശിവഭഗവാൻ ഒറ്റയ്ക്ക്, അതായത് ശിവഭഗവാൻ ഇനി ആരുമായിട്ടൊരു ബന്ധമില്ലാതെ മാറിയിരിക്കുന്നു. അങ്ങനെ ഇമോഷൻസ് ഇല്ലാതെ ബുദ്ധി മാത്രം പ്രവർത്തിച്ചാൽ, ഇമോഷൻസ് ഇല്ലാതെ നമ്മൾ പ്രവർത്തിച്ചാൽ എല്ലാ കാര്യത്തിനും അറിയാം, നമുക്ക് ആരോടും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല, ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കും, നമുക്ക് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ നമുക്ക് അത്രയും അത്യാവശ്യമാണ്. അത് വീണ്ടും നമ്മുടെ ഉള്ളിൽ ജനിച്ചു, ഇന്ന് മുതൽ അത് ജനിച്ചു. അതിൻ്റെ ഫോക്കസ് പക്ഷേ എങ്ങോട്ടാണ്? ഭഗവാനിലേക്കാണ്, ഈശ്വരനിലേക്കാണ്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ദേവി ശൈലപുത്രിയാണ്. ശൈലപുത്രിയെ പൂജിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ എനർജി, നമ്മുടെ ധൈര്യം നമുക്ക് വീണ്ടെടുത്തുകൊണ്ട്, നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് വീണ്ടെടുത്തുകൊണ്ട് നമുക്ക് നവരാത്രി ആഘോഷിച്ചു തുടങ്ങാം. 9 രാത്രികളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വ്രതമെടുത്താൽ 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ സന്ധ്യ മയങ്ങിയതിന് ശേഷം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ഓരോ ദിവസത്തെയും വ്രതം, ഓരോ ദിവസത്തെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഓരോ ദിവസത്തെയും ദേവീഭാവങ്ങൾ ഉള്ളിൽ ആവാഹിച്ചുകൊണ്ട്, എൻ്റെ ഉള്ളിലുള്ള ആ ദേവീഭാവം പുറത്ത് കൊണ്ടുവന്നുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നവരാത്രി ആഘോഷിക്കാം. ഓരോ ദിവസവും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് കേൾക്കാനും ഇത് മനനം ചെയ്യാനും കുറച്ച് സമയം അവരവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത്, ഞാൻ പറഞ്ഞത് എൻ്റെ വേർഷനാണ്, എനിക്ക് മനസ്സിലായ കാര്യമാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വേറെ രീതിയിലായിരിക്കും, നിങ്ങളത് ഉൾക്കൊള്ളുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവാം. 9 ദിവസവും നമുക്ക് കാണാം. നമസ്കാരം.